ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് ഏസോട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ, അമ്മുൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ്. അമ്മു ഇന്ന് കുറച്ച് നേരത്തെ തന്നെ അത്താഴമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മു തിരിച്ച് കോട്ടയത്ത് പോവുകയാണ്. രാവിലെ തന്നെ നമുക്ക് ഇതുവഴി ട്രിവാൻഡ്രം ബസ്സുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ ബസ് പോയാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ ഏസോട്ട് നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവന് ബസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചൊക്കെ വാങ്ങിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം മമ്മ ഉള്ളത് കൊണ്ട് ഒരു രസമൊക്കെ ആയിരുന്നു. പോകുമ്പോൾ ഒരു സങ്കടമാണേ. അങ്ങനെ അത്താഴത്തിന് ഇന്ന് അപ്പമായിരുന്നു കേട്ടോ. അപ്പവും ചിക്കൻ കറിയായിരുന്നു. അത് നമ്മൾ മാറി മാറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിക്കുന്ന സമയത്ത് ഏസോട്ടിൻ്റെ ഉമ്മച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി കഴിക്കുന്ന സമയത്ത് ഞാനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരുമിച്ച് കഴിക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കോള് മാറിയിരിക്കുകയായിരുന്നേ. പിന്നെ കുറേ നേരം വരെയും ഭയങ്കര കരച്ചിലും സീനൊക്കെ ആയിരുന്നു. പിന്നെ ഊഞ്ഞാലിലൊക്കെ ആടിയതിന് ശേഷമാണ് ആൾക്കൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് 7 മണിയായിട്ടും ഉറങ്ങൂല എന്ന് കണ്ടതുകൊണ്ട് ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കൂരവാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുടിച്ചിട്ട് ദേഹമൊക്കെ കഴുകി കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടൊരു 10 മണിയൊക്കെ ആയപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെയും നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ കൊറിയർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷൂ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഹേസറ്റിന് 2 ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് ഒരെണ്ണം റിട്ടേൺ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വന്ന് കളക്റ്റൊക്കെ ചെയ്തു. അതിനുശേഷം എനിക്ക് കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ നെച്ചുമട ഏതൻ തോട്ടത്തിൻ്റെ പണിയിലായിരുന്നു ഞാൻ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 12 മണിയോളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള വ്ളോഗായിരുന്നു അത്. അങ്ങനെ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത സമയം കൊണ്ട് ഉമ്മച്ചിത ചോറും കറികളൊക്കെ നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ട്. മുട്ടക്കോസ് തോരനുണ്ടായിരുന്നു, ചൂര മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ടിട്ട് ഉമ്മച്ചി എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹേസൂട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് എഴുന്നേറ്റ സമയത്ത് വലിയ കരച്ചിലോ ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉമ്മച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ അടുത്ത് കുറേ നേരമൊക്കെ നിന്ന് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയുടെ പിറകെ തന്നെ ആയിരുന്നു കേട്ടോ. അമ്മച്ചി കോഴിക്കോട്ടിൽ പോകുന്ന സമയത്തും കറിവേപ്പില പറിക്കുന്ന സമയത്തും ഒക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറും മീൻകറിയും തോരനൊക്കെ ആയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറെടുത്തുകൊണ്ട് വന്ന സമയത്തുള്ള കരച്ചിലാണ് കേട്ടോ ഇത്. 3 മണിയാവുമ്പോഴാണെന്നുണ്ടെങ്കിലും ചോറെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വിശപ്പും ഇല്ല, കരച്ചിൽ അതുപോലെ തന്നെ കാണുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള പ്രോഡക്റ്റ്? നമുക്കാണ് കണ്ടു വയ്ക്കുന്നത്, നമുക്കായിരിക്കും വിശക്കുന്നത്, അല്ലാതെ ഇവന് വിശക്കത്തേ ഇല്ലേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് ഇരുന്ന ഞാനാണ്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമസ്കരിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ സമൂസയുടെ പണിയിലാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം സമൂസ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ കയറിയതാണ്. ഹേസൂട്ടിന് ചോറ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു സമാധാനത്തിലാണ് ഇന്ന് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സവാളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എല്ലാം കുരുകുരാ ഒന്ന് അരിയാണ്. നല്ല രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് സ്പ്രിംഗ് റോളിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, വിത്തൗട്ട് ചിക്കൻ. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. അത് കുറച്ചെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഒരു സോസ് പാനിലിട്ട് വേവിക്കുകയാണ്. ഞാനൊന്ന് കുക്കറൊന്നും എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുക്കർ കഴുകാനുള്ള മടി കാരണമാണ്. ഭയങ്കര ക്ഷീണവും കാര്യമാണ്. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ചുണ്ടൊക്കെ പൊട്ടിയിട്ട് നല്ല രീതിയിൽ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. എന്തോ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നല്ലോണം വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ കുറവാണോ, ഉണ്ടോ, ആവശ്യത്തിനുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ്, അങ്ങനെ എല്ലാം കുനുകുന ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചമുളകിൻ്റെ അരി ഒന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ ഇപ്രാവശ്യം വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോക്കൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നിന്നത്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ ബോണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ സവാളയും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അതിനിടയിൽ തന്നെ ഹേസൂട്ടൻ കുളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒന്ന് ഉടുപ്പിലൊക്കെ വന്ന് പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ അവന് കുളിക്കാനുള്ളൊരു ത്വരയാണ്. അപ്പോൾ എന്നെ വന്നിട്ട് ചുമ്മാ പിടിച്ച് കരച്ചിലും ബഹളമൊക്കെയാണ്. സംഭവം കുളിക്കാനുള്ള ആ ഒരു സമയമായതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഒരു സോട്ട് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നേരെ പോയി യേസുട്ടിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ആകെ മുഷിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്കും സങ്കടമാണ്. അവൻ ചുമ്മാ നിർബന്ധവും വാശിയൊക്കെ ആയിരിക്കും. ഇതിനിടയിൽ തന്നെ അലാറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളോട് അതിൻ്റെ ഇടയിൽ നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് എനർജി പോയിട്ടിരിക്കുകയാണ്. നോമ്പിൻ്റെ ഈ ഒരു സമയത്തൊക്കെ ഒരു പകുതിയോളം കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ള എനർജിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തലയൊക്കെ ചീക്കി ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നമ്മുടെ ബാക്കിയുള്ള പണികളിലേക്ക് പോവുകയാണ്. നമ്മുടെ സമൂസയുടെ പിന്നെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, നല്ല ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു പച്ചമണം പൗഡറിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഷ്രെഡ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തേ. കുറച്ച് മല്ലിയില കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തതിന് പകരമായിട്ട് കുറച്ച് പൊട്ടറ്റോയും ഗ്രീൻ പീസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ തന്നെ ഹീസൂട്ടിന് സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കുറച്ച് കാഷ്യൂസും 2 ബിസ്ക്കറ്റുമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാഷ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫുഡ് റൊട്ടീൻ ചെയ്യുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ട് ഈ ഒരു റമദാനിൽ നടക്കുമെന്ന് അറിയാൻ വേണ്ട. പക്ഷേ പിന്നീട് ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റോളം. അതിനിടയിൽ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് വെക്കുകയാണ്, സമൂസ ഷീറ്റിനുള്ളിൽ. ഇത് പല മെത്തേഡിൽ പലരും ചെയ്യാറുണ്ട്. ചിലർ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാറുണ്ട്, അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്യാറുണ്ട്. ചിലർ മൈദമാവിൽ കോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ അകത്തേക്ക് എണ്ണ പിടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. മൈദമാവിലാണ് ഇപ്പോൾ കോട്ട് ചെയ്ത് 4 സൈഡും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എണ്ണയൊന്നും ആകത്തില്ല. അങ്ങനെ ബാക്കി ഫില്ലിങ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതെടുത്തൊരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വലിയ സിപ്പ് ലോക്ക് കവർ എടുത്തിട്ട് അതിനകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നീട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പച്ചിയും ഉമ്മച്ചിയും കൂടെ നമ്മുടെ പെരയിടത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന പാടെ തന്നെ കുറച്ച് നേരം വാപ്പച്ചിയും ഉമ്മച്ചിയും കാണാതിരുന്നത് കൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ തണ്ണിമത്തൻ അവനെടുക്കണമെന്നായി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നേ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കിച്ചൺ വരെ 2 പേരും കൂടി ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട് തണ്ണിമത്തൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതിനിടയിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം, ജ്യൂസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അതിൻ്റെ പടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് തണ്ണിമത്തൻ കണ്ട സമയത്ത് തന്നെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മുടെ മറ്റേ ഐറ്റമൊന്നും ഇല്ല കേട്ടോ, റോഹബ്സയൊന്നും ഇല്ല, അതൊന്നും വേണ്ട കേട്ടോ. ഈ ഇടയ്ക്കൊരു വീഡിയോ വന്ന സമയത്ത് അതിൽ ഫുള്ള് ഷുഗർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഐറ്റവും ഇല്ല, കളറും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
അത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ അയ്യോ സമാധാനപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ റോഹബ്സ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ വാട്ടർമെലൺ നന്നായിട്ട് കുനുകുന അരിഞ്ഞതിന് ശേഷം പാലും കുറച്ച് പനങ്കൽക്കട്ടത്തിൻ്റെ സിറപ്പാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഹേസൂട്ടനെ കുറുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് ഉമ്മച്ചിക്കാണെന്നുണ്ടെങ്കിലും വാപ്പച്ചിക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. 2-3 ഗ്ലാസ് നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സമൂസ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഹേസൂട്ടന് ഞാൻ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ കാണിച്ച സമയത്ത് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായേനെ. പക്ഷെ അതിന് മുന്നേ ആൾ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം പ്ലേറ്റൊക്കെ ചെയ്ത് ടേബിളിൽ വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത സമയം കൊണ്ട് ബാങ്ക് കേൾക്കാനായിട്ടുണ്ടായിരുന്നു. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരുന്നു. നമ്മൾ പൊട്ടറ്റോ ഇട്ടിട്ടാണ് ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ക്യാരറ്റും ചിക്കനും ഉള്ളിയും മാത്രമേ ഉള്ളൂ. പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫില്ലിങ്ങിനൊക്കെ. അങ്ങനെ അതിനിടയിൽ തന്നെ 2-3 തവണ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ ഒരു ഇരുട്ടാണ് കിച്ചണിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സമൂസയും കൂടെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ വാട്ടർമെലൺ കുറച്ചുകൂടി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ മുന്തിരിയും കൂടെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സീസണിലുള്ള മുന്തിരി നല്ല മധുരമുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പച്ച മുന്തിരി ഭയങ്കരമായിട്ട് പുളിപ്പാണ്. പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിച്ച മുന്തിരികളെല്ലാം നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നച്ചുമാരുടെ വീട്ടിൽ നിന്ന് ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്ന കാരക്കയില്ലേ, കാരക്കൊക്കെ കഴുകിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരക്ക. ഇന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പ്ലേറ്റ് ചെയ്ത് നമ്മൾ ടേബിളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ടുണ്ടേ. നമ്മുടെ മുഹബത്ത് കാ സർബത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മുടെ മുഹബത്ത് കാ സർബത്തും നമ്മുടെ ചിക്കൻ സമൂസയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമായി. വാപ്പച്ചിക്ക് പിന്നെ ചിക്കൻ വലിയ പ്രിയമില്ലാത്തത് കൊണ്ട് വലുതായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1-2 വേണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്നെ കരുതിയിട്ടാണ് കേട്ടോ. കഴിയുമെന്ന് പറഞ്ഞത് കൊണ്ട് കഴിച്ചതാണ്. പിന്നെ നമ്മുടെ സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട് കെച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. മമ്മു വാങ്ങിച്ചിട്ട് വന്നതാണ്. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മു ഉണ്ടായിരുന്നില്ല. അതൊരു സങ്കടമായിരുന്നേ. ഒരു കെച്ചപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു അടപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ സോഡയിലൊക്കെ ഉള്ള പോലെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നേ. അത് പിന്നെ ഊരാനായിട്ട് കുറച്ച് നേരം പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സമൂസയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സമൂസ നല്ല ഫില്ലിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉമ്മച്ചി. പിന്നെ കുറേ നേരം ലേറ്റ് ആയിട്ടാണ് മെയിൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മുഹബത്ത് കാ സർബത്തും സമൂസയും കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഫില്ലായി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമസ്കരിച്ചതിനൊക്കെ ശേഷം. ഹേസൂട്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 7:45 ആവുന്ന സമയത്ത് 8 മണിയൊക്കെ ആവുന്ന സമയത്ത് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷമായിട്ട് കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അതായിരിക്കും. ബൈ. അസ്സലാമു അലൈക്കും.